ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സദ്യ സ്റ്റൈല് വടുകപ്പുളി നാരങ്ങക്കറിയാണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം വടുകപ്പുളിയുടെ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചില സ്ഥലത്ത് വടുകപ്പുളി, ചില സ്ഥലത്ത് കടവ നാരങ്ങ, ചില സ്ഥലത്ത് കറി നാരങ്ങ എന്നൊക്കെ അതിന് പറയും. അപ്പോൾ നമ്മൾക്ക് അതിനുള്ള വേണ്ട സാധനങ്ങൾ: ഒരു 7 വെള്ളുള്ളി അല്ലി ചെറുതായി കട്ട് ചെയ്തും, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ കട്ട് ചെയ്തും, ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അര നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയാണ്. ഇത് ചേർത്ത് വെക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേണ്ടത് ഒരു അര സ്പൂൺ ഉലുവ വറുത്തത്, ഒരു 3 ചെറിയ കായം, കട്ടക്കായം വറുത്തതാണ്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്, തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വടുകപ്പുളി ഇതേപോലെ കട്ട് ചെയ്യുക. എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ കട്ട് ചെയ്യുന്ന രീതി കാണിക്കുന്നത്. ഇതിൻ്റെ മേൽഭാഗം ഇതേപോലെ എടുത്ത് കളഞ്ഞാൽ, കുരു കളഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. തോലടക്കം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ നാരങ്ങയും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തു. ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു അര സ്പൂണ് കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു അരമണിക്കൂറെങ്കിലും അതേപോലെ ഇരിക്കട്ടെ. അപ്പോൾ കല്ലുപ്പ് ചേർത്ത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നാരങ്ങ ഉണ്ടാക്കാനായിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചു. 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തു. ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ ഒഴിക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുക. ഒരു അര സ്പൂൺ അളവിൽ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് വെള്ളുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് ആ എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ അതിലേക്ക് ഒരു 2 ചുവന്ന മുളക് കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 1.5-2 മിനിറ്റോളം ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കരിഞ്ഞു പോകാതെ തന്നെ ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കുക. ശരിക്കും ഒന്ന് മൂപ്പായി അതിൻ്റെ മണമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കയ്യിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും വെള്ളുള്ളി ഇഞ്ചി മൂപ്പായി മണം വരും. ആ സമയത്ത് വേണം അത് ചേർക്കാനായിട്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ഫ്ലെയിം കുറച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ, അതായത് വലിയ സ്പൂണ് മുളക് പൊടി ചേർക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ എണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് 400 ഗ്രാം നാരങ്ങയുള്ളൂ, അതിനാണ് ഈ അളവ് മതി. എന്നതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നാരങ്ങ ചേർത്ത് കൊടുത്ത് ഉടനെ വെള്ളം ഒഴിക്കരുത്, ശരിക്കും അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി പോരാത്ത ഉപ്പ് പിന്നീട് ചേർത്താൽ മതി. അപ്പോൾ ഇതേപോലെ ശരിക്കും എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ പുളി പിഴിഞ്ഞ വെള്ളം കണ്ടില്ല, ഒരു 2 സ്പൂൺ വെള്ളമുള്ളൂ. അപ്പോൾ നാരങ്ങ പുളിയാണ്, ഈ പുളിയും കൂടി ചേർന്നാൽ കൂടില്ല എന്നൊരു ചിന്തയുണ്ടാവും. ഇല്ല, ഈ 2 പുളിയും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരാനുണ്ട്. ഇനി ഒരു 3-4 സ്പൂൺ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 ഗ്ലാസ് അളവിൽ ഒഴിക്കാം, കാരണം ഈ നാരങ്ങ ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന, അതായത് തരിതരിയായി പൊടിച്ചിരിക്കുന്ന ഉലുവ കായത്തിൻ്റെ മിശ്രിതം അതുകൂടി ചേർത്തു. അപ്പം നല്ലൊരു രുചി തന്നെയാണ്. ഒരുപാട് ദിവസം ഇരിക്കുന്നൊന്നും നമുക്ക് ഈ നാരങ്ങക്കറി അവകാശപ്പെടാനില്ല. എന്തായാലും ഒരാഴ്ചയൊക്കെ കേടുകൂടാതിരിക്കും. നമ്മൾ ഓണത്തിനൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കാം. അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കുക. ഞാൻ 6 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ച് നോക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ശർക്കരയാണ്, അതായത് നമ്മളെ വലിയ ശർക്കരൻ്റെ ഒരു 1/4 ഭാഗം ശർക്കര തന്നെ ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടി ശർക്കര ചേർത്താലും കുഴപ്പമില്ല, ഓരോ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ടാവും. ഇനി പോരാത്ത ഉപ്പ് കൂടി ചേർത്തു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ നാരങ്ങക്കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുന്ന സമയത്ത് ഒന്നുകൂടി കുറുകി വരും. ഇപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തു. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു വറവാണ്. വറവ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എണ്ണ ചൂടാക്കി ഒഴിക്കൽ. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1.25 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വരട്ടെ. ആ ചൂടായ ഓയിലിൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരല്പം മുളക് പൊടി ചേർത്തിട്ട് ആ നാരങ്ങക്കറിയുടെ മേലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഓയിൽ ഒഴിക്കാതെ രണ്ടാമത് ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടി കറിക്ക് ഗ്ലാമർ ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റ് വരും കഴിക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ഇതേപോലെ അടച്ച് വെക്കണം, ഒരു അല്പം വിട്ടിട്ട്. ശരിക്കും ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒരുവിധം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നുകൂടി ഇത് കുറുകി വരും ഇരിക്കും തോറും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനത് വേറെ ബൗളിലേക്ക് നിങ്ങൾക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ വടുകപ്പുളി നാരങ്ങക്കറി, അതായത് കറി നാരങ്ങക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ ഒരു അളവ് കാണിക്കാൻ വേണ്ടിയാണ് നാരങ്ങക്കറി. നല്ല കട്ടിയായി വന്നിട്ടില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.